Good morning. Okay. നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നിൽക്കുവാണ് അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്കായിരുന്നു പറഞ്ഞത് ജോബ് സമ്മറി ഓഫ് സ്റ്റോക്ക് കീപ്പറിന്റെ ജോബ് സമ്മറി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഇന്ന് നോക്കുക പിൽഫറേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ മോഷണങ്ങള് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഈ മെറ്റീരിയൽസ് ഒക്കെ വേസ്റ്റേജ് ആവാന്, മോഷണം സംഭവിക്കാനൊക്കെ വരുന്ന ഏതൊക്കെ രീതിയിലൂടെ അങ്ങനെ മെറ്റീരിയൽസ് വേസ്റ്റേജ് ആവാം, നഷ്ടം വരാം എന്നുള്ളതാണ് നോക്കണേ കേട്ടോ. മോഷണം എന്നാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. നോക്കി അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ? അപ്പൊ ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ വേസ്റ്റേജ് ആവാൻ അല്ലെങ്കിൽ മോഷണം പോകാനൊക്കെ ഉള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പോയിന്റ്സിൽ പറയുന്നത്. ഫസ്റ്റ് നോക്കി, എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. എമർജൻസി സിറ്റുവേഷൻസ് ഏതൊക്കെ ഉൾപ്പെടുന്ന? ലൈഫ്, അതുപോലെ ഡെത്ത്, ജനനം, മരണം എന്നിങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ പല മെറ്റീരിയൽസുകളും ഒക്കെ എന്ത് പറ്റാം? ഒരു വേസ്റ്റേജ് ആവാം അല്ലെങ്കിൽ മോഷണം പോകാം. ഇനി അതിന് കാരണങ്ങളായിട്ടാ പറഞ്ഞിരിക്കുന്നത്. വേസ്റ്റേജ് അല്ലെങ്കിൽ പിൽഫറേജിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് എന്താ? എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. ലൈഫ്, ഡെത്ത് തുടങ്ങിയവ ഉൾപ്പെടുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ പിൽഫറേജ് അല്ലെങ്കിൽ വേസ്റ്റേജ് വരാം മെറ്റീരിയൽസ്. രണ്ടാമത് നോക്കിയേ, അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയലുകളുടെ പെട്ടെന്ന്, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നുള്ള, വേഗത്തിലുള്ള ഉപയോഗം. മെറ്റീരിയൽസിന്റെ വേഗത്തിലുള്ള ഉപയോഗം ഉൾപ്പെടുന്ന അർജന്റ് അറ്റൻഷൻ, രോഗിയുടെ അടിയന്തര ശ്രദ്ധ. അതായത് രോഗിയുടെ അർജന്റ് അറ്റൻഷൻ കൊടുക്കുന്ന പേഷ്യൻസില് പെട്ടെന്ന് മെറ്റീരിയൽസുകളൊക്കെ മൂവ് ചെയ്യിക്കുക, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയോ അങ്ങനെയുള്ളത് പെട്ടെന്ന് അത് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കാം. പെട്ടെന്ന് അടിയന്തരമായിട്ട് അല്ലെങ്കിൽ അർജന്റ് ശ്രദ്ധ കൊടുക്കുന്ന പേഷ്യൻസിന്റെ, അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ മെറ്റീരിയൽസ് സിറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് വേഗത്തില് എന്ത് ചെയ്യാം? മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യേണ്ടി വരാം. അപ്പൊ നമുക്ക് എല്ലാത്തിലും പെട്ടെന്ന് ചെയ്യുന്നതൊക്കെ അല്ലേ, അപ്പൊ അതില് അത്രയ്ക്ക് നമ്മുടെ ശ്രദ്ധ കിട്ടണമെന്നില്ല. അങ്ങനെ നമുക്ക് വേസ്റ്റേജ് സംഭവിക്കാം. മെറ്റീരിയലുകളുടെ വേഗത്തിലുള്ള ഉപയോഗം, മെറ്റീരിയൽസിന്റെ വേഗത്തിലുള്ള ഉപയോഗം വഴി നമുക്ക് നഷ്ടപ്പെടാം, മെറ്റീരിയൽസ് ഒക്കെ നഷ്ടമാവാം. At the exposure of stock continuously to lower level personnels. Full stop ഉണ്ട്. No standard activity. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥര്, ലോവർ ലെവൽ പേഴ്സൺ, താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരുടെ അവരുടെ സ്റ്റോക്കുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിക്കാതെ ഇരിക്കുക. അതായത് താഴെ ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകള് അവരുടെ സ്റ്റോക്കുകള് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്ലോഷൻ പ്രദർശിപ്പിക്കാതെ ഇരിക്കുമ്പോൾ അപ്പൊ അവരിൽ നിന്ന് വേണമെങ്കിൽ താഴെക്കിടയിൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പൊ അവര് വഴി വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വേസ്റ്റേജ് ആവാനോ ഡാമേജ് ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം സംഭവിക്കാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റി, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ വരുമ്പോഴും ഇങ്ങനെ മെറ്റീരിയൽസ് മോഷണം പോകാം. അടുത്ത് നോക്കിയേ, ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്. നിരവധി സ്വയം ഭരണ യൂണിറ്റുകൾ. ഇപ്പൊ ഒരു 1-2 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാവും അല്ലെ. അത്രയും ആ ഒരു ഇതിലേക്ക് മാത്രം നമുക്ക് ആ മെറ്റീരിയൽസുകളുടെ ഉപയോഗവും ഹാൻഡിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒന്നിലധികം യൂണിറ്റുകളിൽ ഇങ്ങനെ മെറ്റീരിയൽസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സെക്ഷനിലേക്കുള്ള ശ്രദ്ധ കൊടുക്കുന്നത് കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നിരവധി സ്വയംഭരണ യൂണിറ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽസ് വേസ്റ്റേജ് ആയി പോകാം.
അടുത്ത നോക്കിയേ, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിബറ്റ്സ് ഇൻ കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. ഒരു സമഗ്രമായിട്ടുള്ള ഭരണത്തില് കൂടുതൽ ഡിബറ്റ്സ് എന്ന് പറഞ്ഞാൽ കടബാധ്യത കേട്ടോ, കടബാധ്യത. കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ, ഒരു സമഗ്രമായ ഭരണത്തില് കൂടുതൽ കടബാധ്യതയുള്ള ഒരു അന്തരീക്ഷം. അപ്പൊ ആ ഒരു ഇതിലും നമുക്ക് എന്ത് പറ്റാം, ഈ മെറ്റീരിയൽസുകളൊക്കെ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് വേസ്റ്റേജ് ആയി പോകാം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിബറ്റ്സ് ഇൻ കോംപ്രഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ, ഒരു സമഗ്രമായ ഭരണത്തില് കൂടുതൽ ഒരു കടബാധ്യതയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ. പിന്നെ അടുത്ത് നോക്കിയേ, നോ ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലെങ്കിലും മെറ്റീരിയൽസുകൾ നഷ്ടം വരാം, അല്ലെങ്കിൽ മോഷണം പോകാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ജോലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ കീഴിലുള്ള കാര്യങ്ങള് അപ്പൊ ആ ഒരു അതിന്റെ ഹെഡ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരത് മാനേജ് ചെയ്തോളൂ. ഇതിപ്പോ എല്ലാവരും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ യൂണിറ്റിലേക്കും ഒക്കെ വേണ്ടത്ര ശ്രദ്ധ കിട്ടണമെന്നില്ല. ഒരാളിന് അത് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ അവരത് ഹാൻഡിൽ ചെയ്തോളും. അവിടെ എന്തെങ്കിലും വേസ്റ്റേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയിൽ മെറ്റീരിയൽസുകളൊക്കെ മോഷണം പോകാം. അതായത് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ജോലികൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ അങ്ങനെ ഇല്ലാത്ത സാഹചര്യങ്ങളിലും മെറ്റീരിയൽസ് നഷ്ടപ്പെടാം. അടുത്ത് നോക്കിയേ, ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. പിന്നെ നോക്കിയേ, ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പിടിക്കുക. വലിയ സ്റ്റോക്ക്, കൂടുതൽ സ്റ്റോക്കുകൾ, മെറ്റീരിയൽസിന്റെ കൂടുതൽ സ്റ്റോക്കുകൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യത്തിൽ കൂടുതലുള്ള ഓവർ സ്റ്റോക്ക്, കൂടുതൽ സ്റ്റോക്കുകൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നഷ്ടം വരാം. അപ്പൊ എല്ലാരും വേണ്ടി വരില്ലല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം സ്റ്റോക്ക് ചെയ്താൽ മതി. അത് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്താലും മെറ്റീരിയൽസുകൾ എന്ത് പറ്റാം, വേസ്റ്റേജ് ആയി പോകാം. അടുത്ത് നോക്കി, നോ പ്രോപ്പർ ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ധാരാളം വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ അതിനൊക്കെ ഒരു അലൗട്ട് ചെയ്തിട്ടുള്ള സമയവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. അതിനാണ് ഹോസ്പിറ്റലുകളിലൊക്കെ പാസ് ഒക്കെ വെച്ച് കയറ്റുന്നത്. അപ്പൊ ഈ വിസിറ്റേഴ്സിന്റെ ഒക്കെ നമ്പർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. എല്ലാവർക്കും എപ്പോഴും 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ കയറാനുള്ള ഒരു വിസിറ്റിംഗ് ടൈം ഒക്കെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് എല്ലാവരെയും കൂടി മാനേജ് ചെയ്യുക അല്ലെ, അങ്ങനെയൊക്കെ വലിയ തിക്കും തിരക്കും ഒക്കെ ആവും, ക്രൗഡൊക്കെ ആവും. അപ്പൊ അങ്ങനെ ഇപ്പൊ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചോണ്ട് പോയാലൊക്കെ നമുക്ക് അത് അറിയാൻ പറ്റില്ലാതെ വരും. അപ്പൊ ആ ഒരു ഇതിനകത്ത് നോ പ്രോപ്പർ ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂറും വളരെയധികം സന്ദർശകര് വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ. പിന്നെ നോക്കി അടുത്ത ആക്ച്വൽ ഷോർട്ടേജ്. നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ദ ഡ്യൂട്ടി. അവര് ഡ്യൂട്ടി വിടുമ്പോൾ ആ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ, നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. ഡ്യൂട്ടി വിടുമ്പോൾ ഈ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ത് പറ്റാം, വേസ്റ്റേജ് ആവാം, അല്ലെങ്കിൽ മോഷണം സംഭവിക്കാം അല്ലെ. നമ്മുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നമ്മൾ വർക്കിംഗ് ടൈമിൽ കയറുമ്പോൾ സ്റ്റാഫുകളെ ചെക്ക് ചെയ്യും. അവർ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും സ്റ്റാഫുകളെയൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിങ്, സ്റ്റാഫിനെ പ്രോപ്പർ ആയിട്ട് ചെക്കിങ് ചെയ്തില്ലെങ്കിൽ അവർ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോവോ, അവർ ബാഗിലോ കയ്യിലൊക്കെ പിടിച്ച് പോകാം. അപ്പൊ അങ്ങനെ പ്രോപ്പർ ചെക്കിങ് ഇല്ലാത്തതിന്റെ ഒരു കുറവ്. നോ പ്രോപ്പർ ചെക്കിംഗ് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ദ ഡ്യൂട്ടി. ഡ്യൂട്ടി വിടുമ്പോൾ സ്റ്റാഫിനെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ. അടുത്ത നോക്കി, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റില് ഷോർട്ടേജ് വരുമ്പോൾ മാർക്കറ്റിലുള്ള യഥാർത്ഥ ക്ഷാമം അപ്പോഴും നമുക്ക് മെറ്റീരിയൽസുകളൊക്കെ എന്താണ് ഒരു വേസ്റ്റ് ആയി പോകാനും മാർക്കറ്റില് അതാണ് യഥാർത്ഥത്തിൽ ഷോർട്ടേജ് വരികയാണെങ്കിലും. അടുത്ത നോക്കി, പൂർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം.
poor materials management system. Materials management system poor ആണെങ്കിൽ അല്ലെങ്കിൽ വളരെ കുറവ്, നമ്മളിപ്പോ ഓരോന്നിന്റെയും മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ്. അവിടെ മെറ്റീരിയൽസിന്റെ കൈകാര്യവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ അതിന് ഓരോ സെക്ഷനുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം കറക്റ്റ് അല്ലെങ്കിലും എന്ത് പറ്റാം, ഇങ്ങനെ മെറ്റീരിയൽസ് നഷ്ടപ്പെട്ട് പോകാം. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്നതും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും അതൊക്കെ എല്ലാവരും അതിന്റെ ഈക്വൽ ആയിട്ട് തന്നെ പോകണം. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അവിടെ മാനേജ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹോസ്പിറ്റലിനൊക്കെ ഈ മെറ്റീരിയൽസുകൾ വേസ്റ്റേജ് ആയി പോകാം. നമുക്ക് ആവശ്യത്തിന് കൂടുതൽ ഓർഡർ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ളത് ചെക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വേസ്റ്റേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓഡിറ്റ് സിസ്റ്റം, ഓഡിറ്റ് ചെയ്യുന്നത് കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മളത് റെക്കോർഡിലൊക്കെ കീപ്പ് ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ അഭാവം കുറവ് കൊണ്ടും നമുക്ക് മെറ്റീരിയൽസ് നഷ്ടപ്പെടാം. അടുത്ത് നോക്കിയേ, too many hospital staff remaining in the same compound. ഒരു കോമ്പൗണ്ടില് നിരവധി ആശുപത്രി ജീവനക്കാര് താമസിക്കുന്നു, അവിടെ നിൽക്കുന്നു. അതാണ് റിമൈനിങ്. Too many hospital staff remaining in the same compound. ഒരു കോമ്പൗണ്ടില് ഒരുപാട് അല്ലെങ്കിൽ ഒന്നിലധികം ധാരാളം ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ എല്ലാവരും കൂടി കുറെ പേരുകളൊക്കെ ആവുമ്പോ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടണമെന്നില്ല, അങ്ങനെയും ഇങ്ങനെ നഷ്ടം വരാം. പിന്നെ അടുത്ത് നോക്കി, inadequate workforce to document expenditure and revenue accurately. കൃത്യമായിട്ട് രേഖപ്പെടുത്താനും ചെലവും വരവും ഒക്കെ രേഖപ്പെടുത്താനും അപര്യാപ്തമായിട്ടുള്ള തൊഴിലാളികൾ, inadequate workforce, അതിന് ആവശ്യത്തിനുള്ള തൊഴിലാളികളെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, വർക്ക്ഫോഴ്സ് കുറവാണെങ്കിൽ അങ്ങനെയും നമുക്ക് വേസ്റ്റ് ആവോ ഡാമേജ് ആവോ ഒക്കെ ചെയ്യാം. അപ്പൊ ഈ പറയുന്ന രീതികളിലെല്ലാം നമുക്ക് ഹോസ്പിറ്റലിന് മെറ്റീരിയൽസുകള് മോഷണം സംഭവിക്കാം, അല്ലെങ്കിൽ അത് വേസ്റ്റേജ് അല്ലെങ്കിൽ ഡാമേജ് ആയി പോകാനുള്ള ചാൻസുകളാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കി വെക്കാം കേട്ടോ, ഏതൊക്കെയാണ് അതിന്റെ കീഴിൽ വന്നേന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കും. പോയിന്റ്സുകൾ ഒന്നുകൂടി വേഗം ഒന്ന് നോക്കി നിങ്ങള്. എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്, ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിന് പിന്നെ നമ്മൾ പെട്ടെന്ന് മെറ്റീരിയൽസിന്റെ പെട്ടെന്നുള്ള ഒരു എന്താ പറയാ സ്വിഫ്റ്റ് യൂസ്, പെട്ടെന്നുള്ള ഒരു ഉപയോഗം, അർജന്റ് അറ്റൻഷന് വേണ്ടി അർജന്റ് ആയിട്ടുള്ള ശ്രദ്ധ കൊടുക്കാൻ, പേഷ്യൻസിന് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി മെറ്റീരിയൽസിന്റെ പെട്ടെന്നുള്ള ഒരു യൂസ്. പിന്നെ അടുത്ത് നമ്മുടെ ലോവർ ലെവലിലുള്ള പേഴ്സണൽസ് അവരുടെ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിച്ചില്ലെങ്കിൽ, പിന്നെ നിരവധി സ്വയംഭരണ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ കടങ്ങള് ലിമിറ്റ്സുകൾ ഉണ്ടെങ്കിൽ, പിന്നെ ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലെങ്കിൽ, ഓരോരുത്തർക്കും കൃത്യമായിട്ട് ജോലി സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നെ ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്, ഓരോ യൂണിറ്റിനും ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ലാർജ് സ്റ്റോക്ക് അവിടെ ഹോൾഡ് ചെയ്യുകയാണ്, പിരിക്കുകയാണെങ്കിൽ, സൂക്ഷിക്കുകയാണെങ്കിൽ, പിന്നെ അടുത്ത് 24 മണിക്കൂറും ധാരാളം സന്ദർശകർ വരികയാണെങ്കിൽ, പിന്നെ ഡ്യൂട്ടി വിടുമ്പോൾ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ, പിന്നെ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഷോർട്ടേജ് മൂലം, പിന്നെ പുവർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം, എന്നുവെച്ചാൽ മാനേജ്മെന്റ് സിസ്റ്റം കറക്റ്റ് അല്ല, ഓഡിറ്റ് കറക്റ്റ് അല്ലെങ്കിൽ, അതിന്റെ ഒരു ഡെവലപ്മെന്റ് മൂലം അത് കുറവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. പിന്നെ അടുത്തത് എന്താണ്, ഒരു കോമ്പൗണ്ടില് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ, പിന്നെ അഡിക്വേറ്റ് വർക്ക് ഫോഴ്സ്, ആവശ്യത്തിനുള്ള വർക്ക് ഫോഴ്സ് തൊഴിലാളികൾ ഇല്ലെങ്കിലും എന്തിനാണ് ടു ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആക്യുറേറ്റ്ലി, കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ഡോക്യുമെന്റ്സുകൾ, അതിന്റെ എക്സ്പെൻഡിച്ചർ, റവന്യൂ ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള തൊഴിലാളികൾ ഇല്ലെങ്കിൽ, അതാണ് ഇൻഅഡിക്വേറ്റ് വർക്ക്ഫോഴ്സിന്റെ കുറവുണ്ട്. ഇപ്പൊ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിവുകൾ ഓരോന്നിനെ കറക്റ്റ് ആയിട്ട് നോക്കാനുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആയിട്ട് പൊക്കോളും, ഓർഡർ ആയിട്ട് പൊക്കോളും. അപ്പൊ വർക്ക്ഫോഴ്സിന്റെ അഭാവം കൊണ്ട്, അപര്യാപ്തമായ തൊഴിലാളികൾ
അത് മൂലം വേസ്റ്റേജ് ആയി പോകാം. ഓക്കെ, ഇനി അതൊന്ന് നോട്ട് ചെയ്തിട്ടോ. ഏതൊക്കെ ആണ് എന്നുള്ളത് ഹോസ്പിറ്റലില് മെറ്റീരിയൽസ് വേസ്റ്റേജ് വരാനായിട്ട് അല്ലെങ്കിൽ മോഷണം സംഭവിക്കാനുള്ള കാരണം ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ഇതും ഇമ്പോർട്ടന്റ് ആണ്, അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഐറ്റംസ് എന്നാണ് കേട്ടോ, ITEMS, ഐറ്റംസ്. ഇൻവോൾവ് ഇൻ പിൽഫറേജ്, പിൽഫറേജില് ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന്. എന്തൊക്കെ ഐറ്റംസ് മോഷണം പോകാം? പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ്, ITEMS. കറക്റ്റ് ചെയ്ത് എല്ലാവരും കറക്റ്റ് ചെയ്തോ? ഐറ്റം ആക്കിയത്. ഓക്കെ, ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ്? ഡ്രഗ്സ്, ഫസ്റ്റ് നോക്കി മരുന്നുകൾ വരാം. ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസുകള്, ലിനൻ തുണികള്, മെറ്റീരിയൽസ് വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ് പാത്രങ്ങള്, വെയർ എന്നാണ് കേട്ടോ, സച്ച് ആസ് യൂട്ടൻസിൽസ് പാത്രങ്ങളൊക്കെ, പിന്നെ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപകരണങ്ങളൊക്കെ മോഷണം പോകാം. ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. ഈ ഐറ്റംസ് ഒക്കെ മോഷണം പോകാം. ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽ, ലിനൻ, മെറ്റീരിയൽസ് വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്, ഇൻസ്ട്രുമെന്റ്സ്. അതൊന്ന് നോട്ട് ചെയ്തിടാം. ഇനി അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്. ഇവിടെ സെലക്ഷനിലാണ് കേട്ടോ, അതിനേക്കാളും കുറച്ചും കൂടി കറക്റ്റ് ഡിറ്റക്ഷനിലാണ്. പിൽഫറേജ് കണ്ടെത്താനുള്ള ഒരു മാർഗം, അതിന്റെ പിൽഫറേജ് കണ്ടെത്തുന്നത് ഡിറ്റക്ഷൻ, DETECTION, DETECTION. സെലക്ഷൻ, ഡിറ്റക്ഷൻ കുറച്ചും കൂടി കറക്റ്റ് ഡിറ്റക്ഷനിലാണ്. ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്, പിൽഫറേജ് കണ്ടെത്താനുള്ളത്. ഇങ്ങനെ നോക്കിയേ, എനി അബ്സ്ട്രക്ട്, അബ്രപ്റ്റ് എന്ന് വെച്ചാൽ അബ്രപ്റ്റ് എന്നാണത്, സഡൻ എന്നുള്ള മീനിങ് തന്നെ, പെട്ടെന്ന്. അബ്രപ്റ്റ്, എനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ് ഓഫ് ഡിമാൻഡ്, സാധാരണയുള്ള ഓക്കെ അബ്രപ്റ്റ്. ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ് എന്നാണ് ഹെഡിങ്. അതായത് ഈ മോഷണം എങ്ങനെ നമുക്ക് കണ്ടെത്തുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാ പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, എനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓഫ് ഡിമാൻഡ്. എങ്ങനെയാ? സാധാരണ ആവശ്യങ്ങളിലോ ഡിമാൻഡുകളിലോ പെട്ടെന്നുള്ള വർധന. കണ്ടോ, സാധാരണ ഒരു റുട്ടീൻ നീഡ്സുകൾ ഉണ്ടാവും, അതിൽ നിന്ന് പെട്ടെന്നുള്ള ഒരു വർധന. അപ്പൊ കൂടുതൽ വരുമ്പോ അവിടെ അത്രയും മെറ്റീരിയൽസുകളൊക്കെ എന്താ നമ്മള് സാധാരണ ഇപ്പൊ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ അപ്പൊ അത്രയും മിസ്സായിന്നല്ലേ, അല്ലെങ്കിൽ അത്രയും എവിടെ പോയി എന്നുള്ള ഒരു ഇത് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോഷണം നമുക്ക് കണ്ടെത്താം. മനസ്സിലായോ? നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടിയ എങ്ങനെയാണുള്ളത്? നമുക്ക് ഈ പിൽഫറേജ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടെത്തുക, ഡിറ്റക്ഷൻ, കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ? സാധാരണ റുട്ടീൻ നീഡ്സ് ഉണ്ടല്ലോ, അതിന് പെട്ടെന്ന് ഉണ്ടാകുന്ന വർധനവ്. അപ്പൊ നമുക്കിപ്പോ മെറ്റീരിയൽസ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പതിവായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നതുണ്ട്. അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഓർ ഡിമാൻഡ് അതിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ്. അപ്പൊ നമുക്കറിയാം അത്രയും സാധനങ്ങൾ എവിടെ പോയി, അല്ലെങ്കിൽ അത് ഡാമേജ് ആയി അല്ലെ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ അത്രയും എവിടെ പോയി എന്നുള്ളത് വരും. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ കൂടുതൽ ഇത് വരികയാണെങ്കിൽ, അവര് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സാധനങ്ങൾ എവിടെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് ചിലപ്പോൾ മോഷണം പോയതോ അല്ലെങ്കിൽ അങ്ങനെ വേസ്റ്റേജ് ആയി പോയതോ അങ്ങനെയൊക്കെ വരാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത് നോക്കിയേ, എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ when compared to previous period. പ്രീവിയസ് പീരീഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുൻകാലയളവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു റിസോഴ്സിന്റെ യുക്തിരഹിതമായിട്ടുള്ള ചിലവ്, അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ, നമുക്കത് എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിലൊക്കെ പ്രീവിയസ് പീരീഡുമായിട്ട് വെച്ച് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും അൺറീസണബിൾ ആണ്, കാരണമില്ലാത്ത, ഇതാണ് യുക്തിരഹിതമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ചിലവ്.
റീസൺ ഇല്ലാത്ത ചെലവ് വരികയാണെങ്കിൽ ഓഫ് എനി സെക്ഷൻ any unreasonable expenditure of any section when compared to previous year. Previous year-ുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് റീസൺ ഇല്ലാത്ത ചെലവ്, ഈ രണ്ട് കാര്യങ്ങളും വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഡിഫറൻസ് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെ സെക്ഷനുകളാണ് കേട്ടോ, അതൊന്ന് നോക്കി വെക്കാം. പിന്നെ അടുത്തത് ഏരിയ ഓഫ് പിൽപ്പറേജ് ആണ്. ഏതൊക്കെയാണ് മോഷണം സംഭവിക്കുന്ന ഏരിയകൾ, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. എവിടേക്കാണ്? കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്. കുക്കിങ്ങിന് മുന്നുള്ള മെറ്റീരിയൽസ് വെക്കൂലേ, സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ഈ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ബൾക്കായിട്ടാണ് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് നമ്മള് കുക്കിങ്ങിന് മുന്നുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, നമുക്ക് എന്താ സാധനങ്ങൾ എന്താണെങ്കിലും പച്ചക്കറികളാണെങ്കിലോ അല്ലെങ്കിൽ എന്താ നമുക്ക് പാചകം ചെയ്യാത്ത അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന കടലപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള മെറ്റീരിയൽസുകൾ. കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് മുന്നുള്ള മെറ്റീരിയൽസ്. ഓക്കെ, കുക്ക്ഡ് ഫുഡ്. ഇനി കുക്ക് ചെയ്ത ഫുഡ് നമുക്ക് എന്താ മോഷണം പോകാം. Cook the food. Food materials lost when transported from kitchen to ward. കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുപോകൂലേ, ഫുഡ് കൊണ്ടുപോകൂലേ, ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് എന്ത് പറ്റാം, നമുക്ക് ഇങ്ങനെ മോഷണം പോകാം. ഇതൊക്കെ ഈ പിൽപ്പറേജ് നടക്കാൻ സാധ്യതയുള്ള ഏരിയകളാണ്. ഏരിയ ഓഫ് പിൽപ്പറേജ് മെയിൻ ആയിട്ട് കിച്ചണാ പറയുന്നത്. ഏതാണ് കിച്ചൺ? കിച്ചണിനെ പറഞ്ഞേക്കുന്നത് ഈ കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ള ഫുഡ് മെറ്റീരിയൽസ്, കുക്ക് ചെയ്ത ഫുഡ് മെറ്റീരിയൽസ്, ഇനി ഫുഡ് നമ്മളെ കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഫുഡിന്റെ ലോസ്, ഫുഡ് മെറ്റീരിയൽ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നമുക്ക് പിൽപ്പറേജ് നടക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അത് ഏരിയ പിൽപ്പറേജിന്റെ ഏരിയ ഇവിടെ കിച്ചണിന്റെ ആൾട്ടാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ അത് മാത്രമേ തന്നിട്ടുള്ളൂ. കിച്ചണിൽ ഏതൊക്കെയാണെന്നുള്ളതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. കുക്കിങ്ങിന് മുന്നുള്ളത് കുക്ക് ചെയ്ത ഫുഡ്. ഇനി നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ ഇവിടെ കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഫുഡൊക്കെ നഷ്ടം വരാം. ഓക്കെ, ഇനി അടുത്തത് ഡ്രഗ് സ്റ്റോഴ്സുകളാണ്. ഡ്രഗ് സ്റ്റോഴ്സ് അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഡ്രഗ് സ്റ്റോഴ്സ് ഏതൊക്കെയാണ് ഡ്രഗ് സ്റ്റോഴ്സ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ ഇമ്പോർട്ടന്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഏരിയ വേസ്റ്റേജ് അല്ലെങ്കിൽ നമ്മള് പിൽപ്പറേജ് നടക്കാവുന്നത്, ഹോസ്പിറ്റലിൽ നടക്കാവുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നടക്കാം, അതിന്റെ കാരണങ്ങൾ പറഞ്ഞു. പിന്നെ ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽപ്പറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പറഞ്ഞത് ഡിറ്റക്ഷൻ ഓഫ് പിൽപ്പറേജ്, ഡിറ്റക്ട് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ഏരിയ ഓഫ് പിൽപ്പറേജ്, പിന്നെ അടുത്ത് ഡ്രഗ് സ്റ്റോഴ്സ്. ഡ്രഗ് സ്റ്റോറുകൾ ഏതൊക്കെയാ? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ്. ഇതൊക്കെ അതിന്റെ പേരുകൾ മാത്രം ഒന്ന് നോക്കി പോവാം കേട്ടോ. ഡ്രഗ് സ്റ്റോഴ്സ് ഏതാണെന്നുള്ളത്. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ്. ഏരിയ ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഏരിയ സീരിയസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഏരിയ. ലൈക്ക് മെറ്റേണിറ്റി വാർഡ്. മെറ്റേണിറ്റി എന്ന് പറയുന്ന വാർഡ് ഏതാ? മെറ്റേണിറ്റി വാർഡ് എന്താ മലയാളം എന്താ? പ്രസവ വാർഡ്. മെറ്റേണിറ്റി വാർഡ്. ഡെലിവറി ഒക്കെ നടക്കുന്ന ആളുകൾ. ലേബർ റൂം. പിന്നെ ICCU. എന്താ എക്സ്പാൻഡഡ് ഫോം? ICCU. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICCU എന്താ ആർക്കെങ്കിലും അറിയോ? എന്താണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം? ICCU. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് കേട്ടോ. കാർഡിയാക് ഹൃദയപരമായിട്ടുള്ള ഇതാണ് ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. ഇതൊന്ന് വേണമെങ്കിലും മുകളിലൊന്ന് എഴുതി വെച്ചേരും കേട്ടോ. ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. പിന്നെ അടുത്ത് നോക്കിയേ കാർഡിയോ തൊറാക്സിക് യൂണിറ്റ്.
കാർഡിയോ തൊറാക്സിക് കാർഡിയാക് ഹൃദയ സംബന്ധമായിട്ടുള്ളത്. കാർഡിയോ തൊറാക്സിക് യൂണിറ്റ്. അടുത്ത നോക്കിയേ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്സ്, പീഡിയാട്രിക് യൂണിറ്റ്. പീഡിയാട്രിക് എന്താ? ശിശുരോഗ വിഭാഗം അല്ലെ? പീഡിയാട്രിക് യൂണിറ്റ്, OT, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്സ്, വാർഡുകള് ആൻഡ് സെക്ഷൻസ്, then workshops and maintenance wing, ക്യാഷ് മെറ്റീരിയൽ ഒക്കെ കൈകാര്യം ചെയ്യുന്ന വർക്ക്ഷോപ്സ് ആൻഡ് മെയിൻ്റെനൻസ് വിങ്, then ആംബുലൻസ് സർവീസ്. അവിടെ ഏതൊക്കെ മെറ്റീരിയൽസ് ആ? പെട്രോളോ ഓയിലോ അങ്ങനെയുള്ളത്. ജനറൽ സ്റ്റോഴ്സ്, ഇതെല്ലാം ഡ്രഗ് സ്റ്റോഴ്സുകളാണ് കേട്ടോ. ഇന്റൻസീവ് ക്രിട്ടിക്കൽ, അത് ഓരോന്നിനും ബേസ് ചെയ്തിട്ടാട്ടോ. ഇപ്പൊ എക്സ്പാൻഡഡ് ഫോം നമ്മൾ പറയുമ്പോൾ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാ എന്നുള്ളതും വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന്റെ തന്നെ നമ്മൾ പല എക്സ്പാൻഡഡ് ഫോം നമ്മൾ പഠിക്കണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത് വരുമ്പോഴാണ്. എന്തായാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കാണെങ്കിലും എക്സ്പാൻഡഡ് ഫോം ചോദിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ഒരു ഇതിനകത്ത് പഠിക്കുന്നതല്ല വേറെ സെക്ഷനിൽ പഠിക്കുന്നത്. ഇഷ്ടംപോലെ അങ്ങനെയുണ്ട് അല്ലേ? ഇഷ്ടംപോലെ നമുക്ക് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഏതിന് സ്പെസിഫൈ ചെയ്തിട്ടാണ് നോക്കിയിട്ട് ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചത്. ഓക്കെ, കുഴപ്പമില്ല. ഇതും കറക്റ്റ് തന്നെയാണ്. ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്, അത് പല സെക്ഷനുകൾ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും എക്സ്പാൻഡഡ് ഫോം ചോദിക്കുമ്പോൾ ഓരോന്നിനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. പിന്നെ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ നമ്മള് എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോ അത് തന്നെ വേറെ ഇതിനകത്തുണ്ട് ഓരോന്നിനും. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പഠിക്കുന്ന വേർഡ്സും ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെന്ന് ചോദിക്കണം നമുക്ക് ഇതിനകത്ത്. അല്ലാതെ ബിസിനസ് പരമായിട്ടുള്ളതും മറ്റുള്ള ഓർഗനൈസേഷനൊക്കെ ബേസ് ചെയ്തിട്ടും ഒക്കെ ഇഷ്ടംപോലെ സെയിം ഇതുണ്ടാക്കാം, സെയിം എക്സ്പാൻഡഡ് ഫോം ഉണ്ടാക്കാം. ഓരോന്നിനെയും റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അങ്ങനെയാണെന്നുള്ളൂ. ഓക്കെ, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്, ICC. ഇനി അടുത്തത്, അപ്പൊ ആ ഡ്രഗ് സ്റ്റോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ചേക്കാം കേട്ടോ. മെറ്റർനിറ്റി വാർഡ്, ലേബർ റൂം, ICCU, മോർച്ചറി, കാർഡിയാക് തൊറാക്സിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, OT, വാർഡ് ആൻഡ് സെക്ഷൻസ്, വർക്ക്ഷോപ്സ് ആൻഡ് മെയിൻ്റെനൻസ്, ആംബുലൻസ് സർവീസ്, then ജനറൽ സ്റ്റോഴ്സ്, ഡ്രഗ് സ്റ്റോറുകൾ. ഇനി ഒരു ഇത് കൂടെ ഉള്ളൂ, റെമഡിയൽ മെഷേഴ്സ്. റെമഡി ഇപ്പൊ ഇത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതിനുള്ളൊരു റെമഡി കൂടി നമ്മൾ നോക്കണ്ടേ? എന്തൊക്കെയാന്ന് നോക്കിയേ. A thorough study of the system of identification of loopholes. നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു പഠനവും അതുപോലെ ലൂപ്പ് ഹോളുകള് തിരിച്ചറിയുകയും ചെയ്യുക. അപ്പൊ ഏതൊക്കെ രീതിയിലൂടെ മോഷണം പോകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൂപ്പ് ഹോൾസുകൾ ഉണ്ടാവുമല്ലോ, അത് തിരിച്ചറിയുക. അപ്പൊ നമ്മുടെ ഏതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനവും അതിന്റെ ലൂപ്പ് ഹോളുകളും ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, a thorough study of the system and identification of loopholes. Loopholes ഐഡന്റിഫൈ ചെയ്യുക. ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. രണ്ടാമത്തെ റെമഡി എന്താ പറഞ്ഞേക്കുന്നത്? മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക. നിരീക്ഷണ സംവിധാനം നമ്മൾ മെച്ചപ്പെടുത്തുക. കുറച്ചും കൂടിയൊക്കെ മോണിറ്ററിംഗ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ മോഷണം പോകുന്നതും വേസ്റ്റേജ് ആവുന്നതും ഒക്കെ നമുക്ക് തടയാൻ പറ്റും. അതിന് റെമഡിയാണ് അത്. മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. വിവിധ വകുപ്പുകളുടെയും വാർഡുകളുടെയും ആവശ്യങ്ങളുടെ നിലവാരം നോക്കണം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. അപ്പൊ അത് എങ്ങനെയാണോ അവർക്ക് ഇതുള്ളതാണോ എന്നൊക്കെ നോക്കി നമ്മൾ അതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകളും വാർഡുകള് ഇതിന്റെയൊക്കെ ആവശ്യത്തിന്റെ സ്റ്റാൻഡേർഡ് നിലവാരം നമ്മൾ നോക്കണം. ഓക്കെ, പിന്നെ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സൺ. പിന്നെ ഒരു റെമഡിയാണ് നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സൺ. സെക്യൂരിറ്റി പേഴ്സന്റെ എണ്ണം കൂട്ടുക. ഇപ്പൊ ഓരോ സെക്ഷനിലൊക്കെ നമ്മൾ സെക്യൂരിറ്റിയിൽ നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വേസ്റ്റേജ് ആവുന്നതോ അല്ലെങ്കിൽ നമുക്ക് മോഷണം പോകുന്നതൊക്കെ തടയാൻ പറ്റും. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അയാളുടെ കണ്ണ് എല്ലായിടത്തും എത്തണമെന്നില്ല അല്ലെ? അപ്പൊ സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ.
അടുത്ത് നോക്കി, റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡിലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഇല്ലേ, അതിന്റെ കൈകാര്യം സീനിയർ ഒഫീഷ്യൽസിന് മാത്രം കൊടുക്കുക. അത് അവര് അത് നോക്കാനുള്ള 24 മണിക്കൂറും സീനിയർ ഓഫീസേഴ്സ് വില കൂടിയ മരുന്നുകൾ കൈകാര്യം ചെയ്യാന്നുള്ളത്. അപ്പൊ അത് വേസ്റ്റേജ് ആവുന്നതൊക്കെ തടയും. അപ്പൊ അതിനെ കുറിച്ച് അധികം ഇതില്ല. സീനിയർ ഡോക്ടേഴ്സിന് അവർക്ക് അറിയാലോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് എന്ത് ചെയ്യുക, വില കൂടിയ മരുന്നുകൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. 24 മണിക്കൂറും വില കൂടിയ മരുന്നുകൾ സീനിയർ ഓഫീസേഴ്സ് ഹാൻഡിൽ ചെയ്യുക. അടുത്ത് നോക്കി, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ എ സ്പെഷ്യൽ ഇൻഡെക്സ് ഉള്ളി. പ്രത്യേക കരാറുകളിൽ മാത്രം ഇങ്ങനെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക എന്നുള്ളത്. എപ്പോഴും സപ്ലൈ ഒക്കെ ചെയ്യാതെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകള് പ്രത്യേക കരാറുകളിൽ മാത്രം കൊടുക്കുക. സ്പെഷ്യൽ ഇൻഡെക്സ് ഉള്ളി, പ്രത്യേക കരാറുകളിൽ മാത്രം വില കൂടിയ മരുന്നുകൾ സപ്ലൈ ചെയ്യുക. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻഡെക്സ് ഉള്ളി, പ്രത്യേക കരാറുകളിൽ മാത്രം ഈ വില കൂടിയ മരുന്നുകൾ സപ്ലൈ ചെയ്യുക. അടുത്ത് നോക്കിയേ, സർപ്രൈസ് വെരിഫിക്കേഷൻ ആറ്റ് ഓഡിറ്റ്. സർപ്രൈസ് പെട്ടെന്നുള്ള ഒരു വെരിഫിക്കേഷൻ നടത്താന്ന് നമ്മൾ പറഞ്ഞൊക്കെ ഇതിന് പോകാതെ നമ്മൾ സർപ്രൈസ് ആയിട്ടുള്ള പരിശോധനയൊക്കെ നടത്താം. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാലോ മോഷണം പോയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റേജ് വന്നതോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുക. അതുപോലെ റുട്ടീൻ ഓഡിറ്റ്, പതിവ് പരിശോധനയും നടത്തുക. ഓഡിറ്റ്, റുട്ടീൻ ഓഡിറ്റ്, പതിവ് ഓഡിറ്റിംഗ് സിസ്റ്റം ഓഡിറ്റ് ഒക്കെ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഹോസ്പിറ്റൽസിലെ മെറ്റീരിയൽസ് ഒക്കെ നഷ്ടം വേസ്റ്റേജ് ആവാതെ മോഷണം പോകാതെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഈ പറഞ്ഞേക്കുന്നത്. റെമഡിയൽ മെഷേഴ്സ് ആണ്. അപ്പൊ പോയിന്റ്സുകൾ ഒന്ന് വേഗം ഒന്നുകൂടി നോക്കിയേ. നമ്മള് ആ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അതിനെ തറവായിട്ട് പഠിക്കുക. ലൂപ്പ് ഹോളുകൾ ഐഡന്റിഫൈ ചെയ്യുക. മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക. അടുത്ത നോക്കിയേ, ഈ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകളിലെയും വാർഡുകളുടെയൊക്കെ നീഡ്സ്, ആവശ്യങ്ങൾ, അതിന്റെ നിലവാരം നോക്കുക. പിന്നെ സെക്യൂരിറ്റി പേഴ്സണിന്റെ എണ്ണം കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗുകള് മരുന്നുകള് സീനിയർ ഒഫീഷ്യൽസ് 24 മണിക്കൂറും ഹാൻഡിൽ ചെയ്യുക. പിന്നെ അടുത്തത് നമ്മൾ കോസ്റ്റ്ലി ഡ്രഗ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കരാർ അടിസ്ഥാനത്തിൽ മാത്രം സപ്ലൈ ചെയ്യുക. പിന്നെ അടുത്ത ലാസ്റ്റ് എന്താ പറഞ്ഞേക്കണേ, സർപ്രൈസ് വെരിഫിക്കേഷൻ നടത്തുക. സ്ഥിര പതിവ് ഓഡിറ്റ് ചെയ്യുക, റുട്ടീൻ ഓഡിറ്റ്, പതിവ് ഓഡിറ്റ് നടത്തുക. ഇതെല്ലാം നമുക്കിങ്ങനെ മെറ്റീരിയൽസ് ഡാമേജ് ആവാതെ പ്രിഫറേജ് ആവാതെ ഒക്കെ നമുക്ക് എന്താ അതിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അതിനെതിരെ നമ്മൾ എടുക്കുന്ന റെമഡിയാണ്, റെമഡിയൽ മെഷേഴ്സ് ആണ്. അതിന്റെ പോയിന്റ്സ് ക്ലിയർ ആയോ നോക്കിയേ. 7 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്. റെമഡി ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജയലക്ഷ്മി ഇവിടെ ഇട്ടിട്ടുണ്ട്, വേറെ ആരും തമ്മിൽ ഇട്ടിട്ടില്ല. ക്ലിയർ ആണോ? മനസ്സിലാവുന്ന ചെറിയ ചെറിയ പോയിന്റ്സേ ഉള്ളൂ. പിന്നെ അതിന്റെ മുന്നേ നമ്മൾ ഡ്രഗ് സ്റ്റോഴ്സുകളാണ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡ്രഗ് സ്റ്റോഴ്സുകൾ അതിന്റെ ഇതുപോലെ തന്നെ കുറച്ച് പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ പിൽഫറേജ് ഏരിയ പ്രധാനമായിട്ട് കിച്ചൺ ആണെന്ന് പറഞ്ഞു. കിച്ചണില് കുക്ക് ചെയ്ത ഫുഡ് കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ളത്, പിന്നെ നമ്മള് കിച്ചണിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, പിന്നെ ഡിറ്റക്ഷൻ പിൽഫറേജ് കണ്ടെത്താനായിട്ട് ഉള്ള കാര്യങ്ങള്, പിന്നെ ഈ പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും പിൽഫറേജിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്, പിന്നെ അടുത്ത പിൽഫറേജ് ആൻഡ് വേസ്റ്റേജ്, അതിന്റെ കാരണം, പ്രോസസ് എന്താണ്, ഹോസ്പിറ്റലില് മോഷണത്തിന് മെറ്റീരിയൽസ് വേസ്റ്റേജ് ആയി പോകുന്നതിനുമുള്ള കാരണങ്ങൾ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. ഇത് നമ്മുടെ 7ാമത്തെ ക്ലാസ് ആണ് ഈ ചാപ്റ്ററിന്റെ. ഓക്കെ, ഈ ചാപ്റ്റർ അങ്ങനെ വലിയൊരു ഭാഗം നമ്മളവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എടുക്കുന്ന ചെറിയ കുഞ്ഞു ചാപ്റ്റർ ആട്ടോ. അല്ലെങ്കിൽ ഇനി വലുത് കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊക്കെ ആകെ ദേഷ്യാവില്ലേ.
അതുകൊണ്ട് ഒരു ചെറിയ ചാപ്റ്റർ നോക്കി തപ്പി പിടിച്ചിരുന്നതാണ്. ഏതാണ് മൊഡ്യൂള് 3 തന്നെ ലാസ്റ്റ് ചാപ്റ്റർ. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ മൊഡ്യൂള് 3 എല്ലാ ചാപ്റ്റേഴ്സും കഴിയും കേട്ടോ. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, ഡ്യൂട്ടി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതിൽ കുറച്ച് പിന്നെ നമ്മൾ ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെ വരുന്നത്. പിന്നെ ഏതൊക്കെ സെക്ഷനുകളിൽ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള ചെറിയൊരു ചാപ്റ്റർ, ഒരു 4-5 പേജൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ആരെങ്കിലും അത് പ്രിന്റ് എടുത്തിട്ടുണ്ടോ? ചാപ്റ്റർ പ്രിന്റ് കയ്യിലുള്ളവര് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ ഷെയർ ചെയ്തതാം ചാപ്റ്റർ. നിങ്ങളുടെ 46 നാണല്ലേ കിടക്കണ്ടേ? ഓക്കെ. അപ്പൊ നമ്മുടെ 3rd മൊഡ്യൂള് നിങ്ങളിപ്പോ എക്സാമിന് പഠിക്കുമ്പോ അതൊന്ന് കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ മൊഡ്യൂളിലും വരുന്ന ചാപ്റ്റേഴ്സുകൾ 1, 2, 3 എന്നല്ലേ നമ്മൾ ഓരോ മൊഡ്യൂളിന്റെ നമ്പർ കൊടുത്തേക്കുന്നേ. അതനുസരിച്ച് തന്നെ സോർട്ട് ചെയ്ത് പഠിക്കാം. 3rd മൊഡ്യൂളിലെ, ഫസ്റ്റ് മൊഡ്യൂളിലെ, സെക്കൻഡ്, അങ്ങനെ ഓരോ മൊഡ്യൂൾ വൈസ് തന്നെ നിങ്ങൾ സോർട്ട് ചെയ്ത് വെക്കുക ഇത് പഠിക്കാനായിട്ട്. എക്സാമിന് നമ്മൾ മൊഡ്യൂൾ തിരിച്ചാണല്ലോ നിങ്ങൾക്ക് ഇനി എക്സാം വരുന്നേ. മെയിൻ എക്സാമിനാണെങ്കിലും 4 പേപ്പർ ആയിട്ട് തന്നെയാണ് വരുന്നത്. 4 മൊഡ്യൂള് 4 എക്സാം ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പൊ 46, 45 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. അതിന്റെ മുകളിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. മൊഡ്യൂള് 3-ലെ 13ാമത്തെ ചാപ്റ്റർ. ഓക്കെ. ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ 3rd മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിയും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹോസ്പിറ്റലിന്റെ ഒരു ഭരണം അല്ലെ? മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എടുത്തോ? എന്റെ കയ്യിലുള്ളവർ എടുത്തു വെച്ചോ കോപ്പി? അല്ലെങ്കിൽ ഓടിപ്പോയി എടുത്തിട്ട് വാട്ടാ എടുത്തു വെക്കാം. ഇതിൽ പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ അധികം ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നേക്കണം. പിന്നെ എലമെന്റ്സ് മാത്രമേ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നുള്ളൂ. ഒരു പേജ് 1.5 പേജൊക്കെ നോക്കാൻ പറ്റുള്ളൂ. നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ? പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? അവിടെ വർക്ക് ചെയ്യുന്നവര് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അവരാണ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതിന് അതിന്റെ പിന്നില് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കുടെ എല്ലാ മാനേജ്മെന്റിന്റെ ഫലമാണ് ആ ഹോസ്പിറ്റല് നല്ല രീതിയിൽ പോകുന്നതും. എല്ലാ മാനേജ്മെന്റ് അല്ലെ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അവിടെ റൺ ചെയ്ത് പോകുന്നതും അല്ലെ? അപ്പൊ ഹോസ്പിറ്റല് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിക്കാനായിട്ട് റൺ ചെയ്യിക്കുക, അതാണ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ? പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി സർവീസ്, ഹെൽത്ത് കെയർ സർവീസ്. നല്ല ക്വാളിറ്റിയിലുള്ള പേഷ്യൻസിനെയൊക്കെ കെയർ ചെയ്ത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക, നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കുക. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേറ്റർ തെറ്റാണ്. ADMINIST. ശരിയാണല്ലോ. എന്റെ ബുക്കിലാട്ടോ അവിടെ കിടത്തേങ്ങ. ഹോസ്പിറ്റൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ. Administrator originated from the Latin word ad and minister. What is spelling on the correct way? Minister. M-I-N-I-S-T-I-A-R-E. Minister. But add minister in the Latin words in the administrator in the word originated. First line underline administrator originated from the Latin word add and minister. M-I-N-I-S-T-I-A-R-E.
എന്താ മീനിങ്? ടു കെയർ ഫോർ എന്താണ്? കെയർ കൊടുക്കുന്ന, പരിപാലിക്കുന്നവര്, കെയർ കൊടുക്കുന്നവര്. ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ. അപ്പൊ ആളുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? നല്ല ആളുകളെ നോക്കല്. ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ആളുകളെ നോക്കുക. എന്തിനാ? ടു മാനേജ് അഫയേഴ്സ്, അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആളുകളെ നോക്കുന്നു. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് cooperating to fulfill common goals. ഹെർബർട്ട് എ സൈമൺ. ഓരോരുത്തരും അഡ്മിനിസ്ട്രേഷന് രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷന് കൊടുത്തേക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്, അതൊന്നും നമ്മൾ ചോദിക്കാറില്ല. ഹെർബർട്ട് എ സൈമൺ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ ഒരു ആക്ടിവിറ്റീസ് ആണ്. കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്, ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഹെർബർട്ട് എ സൈമൺ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരാളുടെ മാത്രം കാര്യമാണോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഒരാളുടെ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയാ? ഒരു കോമൺ ഗോള് നേടുന്നതിന്. എന്താ അവിടെ ഗോൾ? എന്താ? നല്ല ഒരു ഹോസ്പിറ്റല് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിക്കുക, നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ആ ഗോൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ കോമൺ ഗോൾ നേടിയെടുക്കുന്നതിന് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളാണ്, ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. അതായത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല, ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ലൂതർ ഗള്ളിക്ക് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഗോ ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. ഇതിനകം നിർവചിച്ചിട്ടുള്ള, ഓൾറെഡി ഡിഫൈൻഡ് എന്ന് വെച്ചാൽ ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനെയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലൂതർ ഗള്ളിക്ക് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേ? has to do. Administration has to do getting things done with the fulfillment of objectives already defined. അതായത് ഇതിനകം നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടെയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലൂതർ ഗള്ളിക്ക് പറഞ്ഞത്. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. Administration is made up of many healthcare managers and executives who handle individual department. Individual departmentകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവുകളും അടങ്ങുന്നതാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് many healthcare managers and executives who handle individual department. In underline ചെയ്തിട്ട് സെന്റൻസ് ഫസ്റ്റ് ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Hospital administration is the governance of the hospital as a business. Hospital administration എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഇതിനകത്ത് ആരൊക്കെയുണ്ട്? made up of many healthcare managers and executives. Healthcare managers എക്സിക്യൂട്ടീവുകളും ചേർന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
They are in charge of all the administrative and management function of the respective department. അതാത് വകുപ്പുകളുടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ, അതാത് വകുപ്പുകളുടെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെയും ചുമതല അവർക്കാണ്. They are in charge. They are in charge. They are in charge of all the administrative and management function of the respective department. അതാത് വകുപ്പുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെ ഇൻചാർജ് അവർക്കായിരിക്കും. നോക്കിയേ, the duty, next paragraph, duty നോക്കിയേ, the duty of the administrator differ with the size and the complexity of the hospital. Underline ചെയ്തിട്ട് സെന്റൻസ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെടാം. The duty of the administrator differ. എന്തനുസരിച്ചാ size and complexity of the hospital. ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച്, കോംപ്ലക്സിറ്റി സങ്കീർണത അനുസരിച്ച് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെടാം. ചെറിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാനേജ് ചെയ്യേണ്ടി വരും. എന്നാൽ വലിയ വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിലൊക്കെ ഓരോ സെക്ഷനുകളിലും ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ഇതാണ് ഹോസ്പിറ്റലിന്റെ വലുപ്പവും സങ്കീർണതയും അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെടാം. Then ആ ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാ, underline ചെയ്തോ? Okay. Administrators are contact between hospital board. Complexity എന്ന് പറഞ്ഞ സങ്കീർണത. Okay. Administrators are contact between hospital board, other administrators and medical staff. അപ്പോ ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞത് എന്താ? ഹോസ്പിറ്റൽ ബോർഡുകള്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മെഡിക്കൽ സ്റ്റാഫുകള് എന്നിവർ തമ്മിലുള്ള ഒരു ബന്ധമാണ്, തമ്മിലുള്ള ഒരു സമ്പർക്കമാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആർ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡുകള്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മെഡിക്കൽ സ്റ്റാഫുകള് എന്നിവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ആണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. They organize hospital activities and prepare its overall policies. അവരെന്ത് ചെയ്യുന്നു? The hospital are managed. They organize, സംഘടിപ്പിക്കുക, organize. They organize hospital activities. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുന്നു. And prepare its overall policies. അതിന്റെ എല്ലാ പോളിസികളെയും എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. Prepare its overall policies. Next sentence. Some administrators are in charge of hearing doctors and other staff. And അവരുടെ ഡ്യൂട്ടീസ് ആണ് കേട്ടോ ഈ പറയുന്നേ. അതൊന്ന് നോക്കി വെക്കുക, അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇവിടെ വേറെ പറയുന്നുണ്ട് ഡ്യൂട്ടീസ്, വേറെ നിങ്ങൾക്ക് പോയിന്റ് ഓഫ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. Hospital administrators organize hospital activities and prepare its overall policies. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെയും എല്ലാ നയങ്ങളെയും ഒക്കെ നയങ്ങൾ പ്രിപ്പയർ ചെയ്യാനും ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. Then some administrators are in charge of hearing doctors. കണ്ടോ, ചില അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചാർജ് ഉണ്ട്? In charge of hearing. Hearing എന്ന് പറഞ്ഞാ നിയമിക്കുക. ഡോക്ടേഴ്സിനെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. Some administrators are in charge of hearing doctors and other staff. മറ്റുള്ള സ്റ്റാഫുകളെയൊക്കെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. Carrying out employees evaluations. എംപ്ലോയീസിനെ, തൊഴിലാളികളെ ഇവാലുവേറ്റ് ചെയ്യാൻ. ആൻഡ് ഡയറക്ടിങ് സ്റ്റാഫ് മീറ്റിംഗ്. സ്റ്റാഫ് മീറ്റിങ്ങുകൾ ഡയറക്റ്റ് ചെയ്യാനാണ്, സ്റ്റാഫ് മീറ്റിങ്ങുകൾ നയിക്കുന്നതിനുമുള്ള അധികാരം ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. Some administrators are in charge of എന്തൊക്കെ കാര്യങ്ങളാണ് അണ്ടർലൈൻ ചെയ്തിട്ട്? ഹിയറിംഗ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്. മറ്റുള്ള സ്റ്റാഫുകളെ ഡോക്ടേഴ്സിനെ നിയമിക്കാൻ, എംപ്ലോയീസിന്റെ ഇവാലുവേഷൻ, എംപ്ലോയീസിന് മൂല്യനിർണ്ണയം നടത്താനായിട്ട്, employees evaluation and directing staff meeting. സ്റ്റാഫ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനുള്ള അധികാരമുണ്ട്. They may also be accountable for the hospital public relation and
ഫണ്ട് റേസിംഗ് പ്രോഗ്രാം. അടുത്ത് നോക്കിയേ, they also be accountable. ഉത്തരവാദിത്വം ഉണ്ട്. എന്തിനാ? ഫോർ ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. പിന്നെ അതുപോലെ ആൻഡ് ഫണ്ട് റേസിംഗ്, ധനസമാഹരണ പരിപാടികള്, ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ എന്നിവയിലുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഉണ്ടോ? They may also be accountable. എന്തിനുള്ള ഉത്തരവാദികളായിരിക്കും അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ട്? ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ, പിന്നെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, ധനസമാഹരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും അതിനൊക്കെ ഉള്ള ഉത്തരവാദിത്വം ഉണ്ട്. Then, since the administrator developed program for teaching and research in hospital, they have to keep up with the latest advance in medicine. അപ്പൊ റിസർച്ച് ഹോസ്പിറ്റൽ, ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലുകൾക്കായിട്ട് വൈദ്യശാസ്ത്രത്തിലെ തന്നെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ അവര് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവരിലാണ് നിൽക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സിൻസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഡെവലപ്പ് പ്രോഗ്രാം ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽ, പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യണം. They have to, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? Have to keep up with the latest advance in medicine. മെഡിസിനിലെ പുതിയ കാര്യങ്ങള്, പുതിയ മുന്നേറ്റങ്ങള് അവര് നിലനിർത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആ ഫീൽഡിൽ വന്നിരുന്നത്, അതൊക്കെ അനുസരിച്ച് അതിനനുസരിച്ചുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും ആർക്കാണ്? ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇത് ഫുള്ള് എന്താ പറയാ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ തന്നേക്കുന്നതാണ് കേട്ടോ. പാരഗ്രാഫായിട്ട് വായിച്ചൊന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പറഞ്ഞത് തന്നെയാണ് അടുത്ത പാരഗ്രാഫിൽ നോക്കിയേ. ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻസ് സെവറൽ അഡ്മിനിസ്ട്രേറ്റർ. വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിലോ കുറെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്മാരുണ്ടാവും. സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും, അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും വലിയ ഹോസ്പിറ്റലില്. എന്നാ നോക്കിയേ, മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വിത്ത് departments. When one administrator is in charge overall. ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ലാർജ് ഹോസ്പിറ്റലിലാണെങ്കിൽ പല അഡ്മിനിസ്ട്രേറ്റർമാരും ഒരു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാ? മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകളെ മാനേജ് ചെയ്യാൻ. When one administrator is in charge overall. അതില് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് മൊത്തത്തിൽ ഇൻചാർജ് കൊടുക്കും. അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കും. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എന്താണ് ഓരോ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാകും. വലിയ ഹോസ്പിറ്റലുകളിൽ പല ഡിപ്പാർട്ട്മെന്റുകളെ മാനേജ് ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേറ്ററും ഒരു ഇൻചാർജ് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാവും. ഓവറോൾ ഇൻചാർജ് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററും അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടാവും. ഇൻ സ്മോളർ ഹോസ്പിറ്റൽ, എന്നാൽ ചെറിയ ഹോസ്പിറ്റലുകളിലാണെങ്കിലോ വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. എന്ത് ചെയ്യണം? എന്നാല് ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുള്ളൂ. വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് എ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും ഇൻചാർജ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ പല ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓർ ഈവൻ ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെങ്കിലോ ഹോസ്പിറ്റൽ മൊത്തം ഒരു അഡ്മിനിസ്ട്രേറ്റർ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇൻ ദിസ് കേസ്, ഫോർ എക്സാമ്പിൾ, ദ അഡ്മിനിസ്ട്രേറ്റർ മേ അസസ് ദ ബഡ്ജറ്റ് ഫോർ ദീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗിവ് ഫൈനൽ അപ്രൂവൽ ടു ഹിയറിംഗ് റെക്കമെൻഡേഷൻസ്. ഇൻ ദിസ് കേസ്, ഈ കേസിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ബഡ്ജറ്റുകൾ അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. ഈ ഒരു എക്സാമ്പിൾ, ഈ കേസിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ബഡ്ജറ്റുകൾ വിലയിരുത്തുകയും അത് അന്തിമ നിയമശുപാർശയ്ക്ക് ഒരു അന്തിമ അനുമതി നൽകുകയും ചെയ്യാൻ കഴിയും. ടു ഗീവ് ഫൈനൽ അപ്രൂവൽ. ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്ന ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ടു ഹിയറിംഗ് റെക്കമെൻഡേഷൻസ് അനുസരിച്ച് അന്തിമമായിട്ടുള്ള ഒരു അനുമതി കൊടുക്കാനും അത് അപ്രൂവ് ചെയ്യാൻ അംഗീകരിക്കാനും ഈ അഡ്മിനിസ്ട്രേറ്റർക്ക്
ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് അവർക്ക് അങ്ങനെ അതിനുള്ള അധികാരം ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആ ഒരു പേജ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഇതിലിപ്പോ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടത് രണ്ടാമത്തെ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടു. പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫില് നമ്മൾ പറഞ്ഞു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ മൊത്തം ഭരണം എന്ന് പറഞ്ഞു. ഹെൽത്ത് അതിനകത്ത് ആരൊക്കെയാ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. ജസ്റ്റ് ഇലമെന്റ്സ് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. നോക്കിയേ, ബോറടിക്കണ്ടാവും. രണ്ടുപേരും മതിയതൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ, ഒരു കഥയല്ലേ ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കണേ? അല്ലേ? എന്ത് ചെയ്യാനാ ബോറടിക്കുന്നുണ്ട്? ഞാൻ എന്ത് ചെയ്യാനാ? ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, 12:30 അപ്പൊ നമ്മള് അധികം ഒന്നും എടുത്തിട്ടില്ല. മറ്റതിന്റെ നമ്മളൊരു ചെറിയൊരു 1.5 പേജ് കൊടുത്തു. ഇതിന്റെ ചാപ്റ്റർ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ? 2 പേജ് ചെറിയ അതിന്റെ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞ് ഇതൊന്ന് നിങ്ങൾ എലമെന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞിട്ട് നിർത്താന്ന് വിചാരിച്ചാണ്. ഇലമെന്റ്സ് കൂടി ആയിട്ട് മാത്രം ഒന്ന് പറഞ്ഞ് നിർത്താം. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സ് ഏതാണ്? പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആണ്. ഈ അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സ് ഏതൊക്കെയാണ്? അവിടെ ഒരു പേരുണ്ട് പോസ്റ്റ് കോർബ് എന്ന്. അതില് ഓരോ ലെറ്റേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് എക്സാമിന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കാം. ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് കോഡ് മീൻസ് അല്ലെങ്കിൽ പോസ്റ്റ് കോഡില് ഇൻ പോസ്റ്റ് കോഡ് പി സ്റ്റാൻഡ്സ് ഫോർ അല്ലെങ്കിൽ എസ് സ്റ്റാൻഡ്സ് ഫോർ ഓ സ്റ്റാൻഡ്സ് ഫോർ എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ പഠിക്കണം. അതിന്റെ പേര് മാത്രം ഒന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നോക്കിയേ, ഇലമെന്റ്സ് പേര് മാത്രം ഒന്ന് കേട്ടിരിക്കാം. പോസ്റ്റ് കോർബ് എന്നാണ്, POSTCORB, പോസ്റ്റ് കോർബ്. ഏതൊക്കെയാ പോസ്റ്റ് കോർബ്? പോസ്റ്റ് കോർബില് P സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്. കിട്ടിയോ? P എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്ലാനിങ്. O സ്റ്റാൻഡ്സ് ഫോർ ഓർഗനൈസിങ്. ഓർഗനൈസിങ്, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഘടിപ്പിക്കുക. പ്ലാനിങ് എന്ന് വെച്ചാൽ ആസൂത്രണം ചെയ്യുക. പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിലെ ബാക്കിത്തെ ഡീറ്റെയിൽ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഇലമെന്റ്സ് എന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് കോഡില് അതെല്ലാം എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പോസ്റ്റ് കോഡില് P എന്തിനെ സൂചിപ്പിക്കുന്നു, C എന്തിനെ സൂചിപ്പിക്കുന്നു, R എന്തിനെ സൂചിപ്പിക്കുന്നു, ആ ലെറ്റേഴ്സ് മാത്രം നമുക്കൊന്ന് നോക്കാം. പോസ്റ്റ് കോഡില് P എന്തിനാ? പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം, പ്ലാനിങ്. Then O stands for organizing. Organize ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ഓർഗനൈസിങ്, സംഘടിപ്പിക്കുക. Then അടുത്ത നോക്കിയേ, S എന്തിനെ സൂചിപ്പിക്കുന്നത്? സ്റ്റാഫിംഗ്. S stands for staffing. D stands for directing. Directing. Then C stands for, C എന്തിനെ പറയുന്നത്? കോർഡിനേഷൻ, ഏകോപിപ്പിക്കുക, കോർഡിനേഷൻ. C. Then R stands for reporting. R എന്തിനാണ്? റിപ്പോർട്ടിംഗ്. Then P എന്തിനെ കാണിക്കുന്നു? ബഡ്ജറ്റിംഗ്. ഇത്രയേ ഉള്ളൂ. P ബഡ്ജറ്റിംഗ്. ഇത്രയാണ് പോസ്റ്റ് കോഡില് ഓരോ ലെറ്റേഴ്സ് കാണിക്കുന്നത്. ആ സ്റ്റാഫിംഗ് പറഞ്ഞില്ലേ നമ്മള്, അത് ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിലേ നോക്കുന്നുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഇതിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മളാണെങ്കിലും കോർഡിനേറ്റ്, ORDINAT, അതൊക്കെ ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഏകോപിപ്പിക്കുക എന്നാണ് അതിന്റെ മീനിങ്. അതാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഏകോപിപ്പിക്കുക, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. അപ്പൊ അതാ പഠിക്കാമല്ലോ. ഇതിപ്പോ നമ്മൾ ശരിക്കും 3 അല്ല എത്രയാണ്? 11
34 ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ കറക്റ്റ് 1 മണിക്കൂർ 12:34 തീർത്തു. 3-4 മിനിറ്റ് നമ്മൾ വൈകിയൊക്കെ എറിയും കേട്ടോ. അപ്പൊ കറക്റ്റ് 1 മണിക്കൂറായി. ഓക്കെ, നമ്മളെന്ന് വെച്ചാൽ ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. നമുക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മള് എന്താ നമുക്ക് അത്രയും പോർഷൻസ് അങ്ങനെ തീർന്നു പോകുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മള് കുറച്ച് എടുത്തുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത് ഇൻട്രൊഡക്ഷനില്. പിന്നെ ഇലമെന്റ്സ് പറഞ്ഞത് അതിന്റെ പോസ്റ്റ് കോഡില് എല്ലാ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതൊന്നും വായിച്ചിട്ട് വരിക. ഓക്കെ, എന്നാ മതി. ഓക്കെ, താങ്ക് യു. നമുക്ക് ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ആഴ്ചയിൽ 2 ക്ലാസ് അല്ലേ കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ട്യൂസ്ഡേ ആണെങ്കിൽ നിങ്ങളെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.